വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങൾ. ജെറുസലേമിൽ നിന്ന് ചില പരീശന്മാരും വേദജ്ഞരും യേശുവിൻ്റെ അടുക്കൽ വന്ന്, അങ്ങയുടെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യം ലംഘിക്കുന്നത് എന്ത്? അവർ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. അതിന് യേശു പ്രതിവാദമായി പറഞ്ഞത്, നിങ്ങളുടെ പാരമ്പര്യം അനുവർത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത്? നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നും പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്ന വ്യക്തിക്ക് വധശിക്ഷ നൽകണം എന്നും ദൈവം കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഒരാൾ തൻ്റെ പിതാവിനോടോ മാതാവിനോടോ ഞാൻ നിങ്ങൾക്ക് നൽകേണ്ട സഹായം ദൈവത്തിനുള്ള വഴിപാടായി നേർന്നു പോയല്ലോ എന്ന് പറഞ്ഞാൽ അയാൾ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടതില്ല എന്നല്ലേ? ഇങ്ങനെയായാൽ അയാൾ പിന്നെ മാതാപിതാക്കളെ ആദരിക്കേണ്ടതില്ല എന്നും നിങ്ങൾ പറയുന്നു. ഈ വിധത്തിൽ നിങ്ങളുടെ പരമ്പരാഗതമായ സമ്പ്രദായങ്ങളിലൂടെ നിങ്ങൾ ദൈവകൽപ്പന അസാധുവാക്കുകയല്ലേ? കപടഭക്തരെ, യെശയ്യാ പ്രവാചകൻ നിങ്ങളെക്കുറിച്ച് പ്രവചിച്ചത് എത്രയോ കൃത്യമായിരിക്കുന്നു. ഈ ജനം അധരങ്ങളാൽ എന്നെ ആദരിക്കുന്നു, അവരുടെ ഹൃദയമോ എന്നിൽ നിന്നും അകന്നിരിക്കുന്നു. അവർ എന്നെ വ്യർത്ഥമായി ആരാധിക്കുന്നു, അവർ മനുഷ്യരുടെ നിയമങ്ങൾ പ്രമാണങ്ങളായി ഉപദേശിക്കുന്നു. പിന്നെ യേശു ജനക്കൂട്ടത്തെ തൻ്റെ അടുത്തേക്ക് വിളിച്ച് അവരോട് ഇപ്രകാരം പറഞ്ഞു, ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കുക. മനുഷ്യൻ്റെ വായിലേക്ക് ചെല്ലുന്നതല്ല, പിന്നെയോ വായിൽ നിന്നും പുറപ്പെടുന്നതാണ് ഒരു വ്യക്തിയെ അശുദ്ധമാക്കുന്നത്. അപ്പോൾ ശിഷ്യന്മാർ അദ്ദേഹത്തെ സമീപിച്ച്, ഈ വചനം പരീശന്മാരെ പ്രകോപിതരാക്കിയിരിക്കുന്നു എന്ന് അങ്ങ് അറിയുന്നുവോ എന്ന് ചോദിച്ചു. യേശു അതിനുത്തരം പറഞ്ഞത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നട്ടിട്ടില്ലാത്ത എല്ലാ തൈയും വേരോടെ പിഴുത് നീക്കപ്പെടും. അവരെ ഗവനിക്കേണ്ടതില്ല, അവർ അന്ധരായ വഴികാട്ടികൾ ആകുന്നു. ഒരന്ധൻ മറ്റൊരന്ധനെ വഴി നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. ഈ സാദൃശ്യകഥ ഞങ്ങൾക്ക് വിശദീകരിച്ചു തരണമേ എന്ന് പത്രോസ് അദ്ദേഹത്തോട് അപേക്ഷിച്ചു. നിങ്ങൾ ഇപ്പോഴും ഇത്ര ബുദ്ധിഹീനരോ? യേശു അവരോട് ചോദിച്ചു. വായിലേക്ക് ചെല്ലുന്നതെന്തും വയറ്റിൽ എത്തിയതിനു ശേഷം ശരീരത്തിൽ നിന്നും പുറത്തു പോകുമെന്ന് അറിയുന്നില്ലയോ? എന്നാൽ വായിൽ നിന്നും വരുന്നതാകട്ടെ ഹൃദയത്തിൽ നിന്നും വരുന്നതാകുന്നു. അതാണ് ഒരു മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. വഷള വിചാരങ്ങൾ, കൊലപാതകം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, അന്യരെ നിന്ദിക്കുക എന്നിവ ഹൃദയത്തിൽ നിന്നും വരുന്നു. ഇവയെല്ലാമാണ് ഒരു വ്യക്തിയെ അശുദ്ധമാക്കുന്നത്. എന്നാൽ കൈ കഴുകാതെ ആഹാരം ഭക്ഷിക്കുന്നതുകൊണ്ട് ഒരു വ്യക്തിയും അശുദ്ധമാകുന്നില്ല. യേശു ആ സ്ഥലം വിട്ട് സോർ, സിദാൻ എന്നീ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള കനാൻ നിവാസിയായ ഒരു സ്ത്രീ നിലവിളിച്ചുകൊണ്ട്, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ, ഒരു ഭൂതം എൻ്റെ മകളെ ബാധിച്ച് അവളെ അതികഠിനമായി പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. യേശു ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അതുകൊണ്ട് ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന്, നമുക്ക് പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്ന അവളെ പറഞ്ഞയക്കണമേ എന്ന് അപേക്ഷിച്ചു. ഇസ്രായേലിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് മാത്രമാണ് എന്നെ അയച്ചിരിക്കുന്നത് എന്ന് യേശു ഉത്തരം പറഞ്ഞു. എന്നാൽ ആ സ്ത്രീ വന്ന് അദ്ദേഹത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീണ്, കർത്താവേ, എന്നോട് കരുണ തോന്നണമേ, എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. അതിന് യേശു, മക്കളുടെ അപ്പം എടുത്ത് നായക്കുട്ടികൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് അനുയോജ്യമല്ല എന്ന് പറഞ്ഞു. ശരിയാണ് കർത്താവേ, അവൾ പറഞ്ഞു, എങ്കിലും നായക്കുട്ടികളും അവയുടെ യജമാനന്മാരുടെ മേശയിൽ നിന്നും വീഴുന്ന അപ്പനുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. അപ്പോൾ യേശു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് കൽപ്പിച്ചു. ആ നിമിഷം തന്നെ അവളുടെ മകൾക്ക് സൗഖ്യവും ലഭിച്ചു. യേശു അവിടം വിട്ട് ഗലീല തടാകത്തീരത്തുകൂടി സഞ്ചരിച്ച് ഒരു മലമുകളിൽ കയറി അവിടെ ഇരുന്നു. ഒരു വലിയ ജനക്കൂട്ടം
മുടന്തർ, അന്ധർ, അംഗവൈകല്യമുള്ളവർ, ഊമകൾ എന്നിങ്ങനെ പലതരം രോഗികളെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ കിടത്തി. യേശു അവർക്കെല്ലാം സൗഖ്യവും നൽകി. ഊമകൾ സംസാരിക്കുന്നതും അംഗവൈകല്യമുള്ളവർ സൗഖ്യമാകുന്നതും മുടന്തർ നടക്കുന്നതും അന്ധർ കാഴ്ചയുള്ളവരായി തീരുന്നതും കണ്ട് ജനം ആശ്ചര്യപ്പെട്ടു. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്തി. യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവരോട്, എനിക്ക് ഈ ജനത്തോട് സഹതാപം തോന്നുന്നു. ഇവർ എന്നോടൊപ്പമായിട്ട് 3 ദിവസമായി. ഇവർക്ക് ഭക്ഷിക്കാൻ ഒന്നും തന്നെയില്ല. അവരെ വിശപ്പോടെ പറഞ്ഞയക്കാൻ എനിക്ക് താല്പര്യവുമില്ല. അവർ വഴിയിൽ തളർന്നു വീഴും. അതിന് ശിഷ്യന്മാർ, ഈ വലിയ ജനക്കൂട്ടത്തിന് പ്രാപ്തമായ ഭക്ഷണം ഈ വചനപ്രദേശത്ത് നമുക്ക് എവിടെ നിന്ന് ലഭിക്കും എന്ന് ചോദിച്ചു. യേശു അവരോട്, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പം ഉണ്ട് എന്നാരാഞ്ഞു. 7 അപ്പവും കുറച്ച് മീനുമുണ്ട്, അവർ മറുപടി പറഞ്ഞു. യേശു ജനക്കൂട്ടത്തോട് തറയിലിരിക്കാൻ കൽപ്പിച്ചു. പിന്നെ അദ്ദേഹം 7 അപ്പവും മീനുമെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് നുറുക്കി ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയും അവർ അത് ജനത്തിന് വിതരണം ചെയ്യുകയും ചെയ്തു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ശേഷിച്ച നുറുക്കുകൾ ശിഷ്യന്മാർ 7 കുട്ട നിറയെ ശേഖരിച്ചു. ഭക്ഷിച്ചവർ സ്ത്രീകളും കുഞ്ഞുങ്ങളെയും കൂടാതെ 4000 പുരുഷന്മാർ ഉണ്ടായിരുന്നു. ജനക്കൂട്ടത്തെ യാത്ര ആക്കിയതിനു ശേഷം യേശു വള്ളത്തിൽ കയറി മഗദ ദേശത്തേക്ക് യാത്രയായി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ആമേൻ.